Hi everyone, ഇന്ന് നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 18ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ SCRT ബുക്ക് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ടാസ്കിൽ 3 വീഡിയോസ് തന്നിരുന്നു അല്ലേ? അത് പോസ്റ്റ് ആയിട്ടായിരുന്നു ഇട്ടുതന്നത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് ആയിട്ടായിരുന്നു ഇട്ടുതന്നത്. ആ പോസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതിന്റെ എക്സാം ഞാൻ നാളെ രാവിലെ നിങ്ങൾക്ക് ഇട്ടുതരും. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ടാസ്കിന്റെ എക്സാം ഇട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി ടാസ്കിൽ ഞാൻ നിങ്ങൾക്ക് 100ലേറെ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തരാൻ ബാക്കിയുണ്ട്. എല്ലാത്തിനും കൂടെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലാഗായി പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ മാസം തന്നെ മാക്സിമം കാര്യങ്ങളും തീർത്തു തരും. അതുപോലെ ആ വീഡിയോ ടാസ്കിൽ 100ലേറെ ക്വസ്റ്റ്യൻസ് തന്നതിൽ 3 ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് ആദ്യം നടത്താം, എന്നിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? ആദ്യത്തെ സംശയമുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏത് എന്ന് ചോദിച്ചിരുന്നു. അതിന് നമ്മൾ ആൻസർ കൊടുത്തത് ചാലിയാർ എന്നാണ് അല്ലെ? ചാലിയാർ എന്നായിരുന്നു ആൻസർ കൊടുത്തത്. അപ്പോൾ പല പുതിയ റിപ്പോർട്ടുകളിലും പെരിയാർ എന്നാണ് കൊടുത്തത്. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ ആണെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് പെരിയാർ ആണോ ചാലിയാർ ആണോ ആൻസർ എന്ന് ചോദിച്ചാൽ ഇപ്പം വ്യക്തമായിട്ട് ഒരു ആൻസർ എനിക്ക് തരാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ് കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ നമ്മൾ എന്താ കൊടുത്തത്? 5 എന്നാണ് കൊടുത്തത്. ശരിക്കും കേരളത്തിൽ 6 ആണ്, പക്ഷേ PSC ആൻസർ കീ അനുസരിച്ച് 5 ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്ന് ചോദിച്ചാൽ ചാലിയാർ ആണോ PSC ആൻസർ കൊടുക്കുക, അതല്ല പെരിയാർ ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു പോവുക, പെരിയാറും ചാലിയാറും ഓർമ്മിച്ചു വെക്കുക. എന്നിട്ട് എക്സാമിന് പോയിട്ട് ഏതാണോ ഓപ്ഷനിൽ കാണുന്നത് അത് ക്ലിക്ക് ചെയ്യാം. പെരിയാർ ആണ് ഓപ്ഷനിൽ കാണുന്നെങ്കിൽ പെരിയാർ ക്ലിക്ക് ചെയ്യുക, ചാലിയാർ ആണ് ഓപ്ഷനിൽ കാണുന്നെങ്കിൽ ചാലിയാർ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും വരികയാണ്, ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ ഇപ്പം പറ്റില്ല. അതിന്റെ വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ എന്തായാലും അറിയിച്ചിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ആൻസർ എന്താണ്? 50 എന്നാണ്. ചിലർ പറഞ്ഞത് ബൊരംദേവ് ടൈഗർ റിസർവ് 51ാമത്തെ ടൈഗർ റിസർവ് ആണ്, അതുകൊണ്ട് തന്നെ 51 ടൈഗർ റിസർവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സൈറ്റുകളിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഇതിന് വ്യക്തത വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും എത്ര ടൈഗർ റിസർവുകളാണ് ഇവിടെ എഴുതിയത്. 50 ടൈഗർ റിസർവ് എന്നാണ് എഴുതിയത് അല്ലെ? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കൊടുത്തത് 50 ടൈഗർ റിസർവുകളാണ്. അവസാനമായി നിലവിൽ വന്നത് കാംലാങ് ആണ് എന്നും ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് വേണ്ട, കാരണം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 51ാമത്തത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യയിൽ നിലവിൽ 50 ടൈഗർ റിസർവുകളാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം ആൻഡമാൻ നിക്കോബാർ എന്ന് തന്നെയാണ്. ഏത് റാങ്ക് ഫയൽ എടുത്താലും ഏത് ബുക്ക് എടുത്താലും നമുക്ക് ആൻഡമാൻ നിക്കോബാർ എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ആൻഡമാൻ നിക്കോബാറിനേക്കാൾ കൂടുതൽ വനമുണ്ട് എന്നാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ. നമ്മൾ എഴുതിയത് ആൻഡമാൻ നിക്കോബാർ എന്നായിരുന്നു, എന്നാൽ ഇതിന്റെ ആൻസർ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പൊ അതെല്ലാരും ഒന്ന് തിരുത്തുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCRT ആണ് പഠിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം. INCയുടെ അധ്യക്ഷനായത് ആദ്യമായിട്ട് ഏത് വർഷമാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ചോദിച്ചത്. 1938ലാണ്. 1938ലാണ് ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. രണ്ടാമതായിട്ട് 1939ലാണ്. 1939 അദ്ദേഹം പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. അതുപോലെ തന്നെ INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ. ഇക്കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1938ലെ ഹരിപ്പുര സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആയത് 1938ലാണ്. എവിടെ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്? ഹരിപ്പുരയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷമാണ്? 1939. ഓക്കെ. 1938 അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയി. അതുപോലെ തന്നെ 1939 അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയി.
എന്നാൽ 1939 കോൺഗ്രസുമായിട്ട് തെറ്റി അദ്ദേഹം എന്ത് ചെയ്തു, കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു എന്നോർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരിൽ നിന്നുമാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? ആരിൽ നിന്നുമാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തതെന്നാണ് ചോദിച്ചത്. റാഷ് ബിഹാരി ബോസിൽ നിന്നാണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നുമാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA-യുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഏത് സംഘടനയാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INA-യിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത. INA-യിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഓക്കെ, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത, ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്ന് പേഷ്വാറിലേക്ക് രക്ഷപ്പെട്ട നേതാവ്. മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്ന് പേഷ്വാറിലേക്ക് രക്ഷപ്പെട്ട നേതാവ് ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്ന് പേഷ്വാറിലേക്ക് രക്ഷപ്പെട്ട നേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേതാജി എഴുതി പൂർത്തിയാക്കാത്ത കൃതി. നേതാജി എഴുതി പൂർത്തിയാക്കാത്ത കൃതി ഏതാണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന കൃതിയാണ്. ഓക്കെ, ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന കൃതിയാണ് നേതാജി എഴുതി പൂർത്തിയാക്കാത്ത കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജർമ്മനിയിൽ ഒർലാൻഡോ മസോട്ട എന്ന് അറിയപ്പെട്ടിരുന്നത്. ജർമ്മനിയിൽ ഒർലാൻഡോ മസോട്ട എന്ന് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഒർലാൻഡോ മസോട്ട എന്ന് പറയുന്ന ഇറ്റാലിയക്കാരനായിട്ടാണ് ജർമ്മനിയിലേക്ക് പോയത്. അപ്പൊ രണ്ട് പേരുകൾ നമ്മൾ ഓർത്തു വെക്കുക. ഒന്ന് മുഹമ്മദ് സിയാവുദ്ദീൻ, രണ്ടാമത്തേത് ഒർലാൻഡോ മസോട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ആണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിച്ചത്. അതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? CR ദാസ്. CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. ഓക്കെ, CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത് ഏത് വർഷം? ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 1943. ഓക്കെ, 1943 ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചിട്ടാണ് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. ആൻസർ സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് കൊടുത്തത്? മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ. ഇതിൽ ആൻസർ എന്താണ് വരുന്നത്? ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഓക്കെ, മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ എന്നിവയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഓക്കെ, കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക. സരോജിനി നായിഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത. INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? സരോജിനി നായിഡു ആണ്. ഓക്കെ, സരോജിനി നായിഡു ആണ് INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യൻ വനിത ചോദിച്ചാലാണ് സരോജിനി നായിഡു. INC പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആനി ബസന്ത് ആണ്. ഓക്കെ, ആനി ബസന്ത് ആണ് INCയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത. ഇന്ത്യൻ വനിത ചോദിക്കുകയാണെങ്കിൽ അത് സരോജിനി നായിഡു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയാണ്. ഓക്കെ, ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ആരാണെന്നാണ് ചോദിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരോജിനി നായിഡു അധ്യക്ഷയായിരുന്ന കോൺഗ്രസ് സമ്മേളനം. സരോജിനി നായിഡു അധ്യക്ഷയായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? കാൺപൂർ സമ്മേളനമാണ്. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷയായിരുന്നത്. കാൺപൂർ സമ്മേളനം 1925. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരോജിനി നായിഡുവിന്റെ ജന്മദിനം. സരോജിനി നായിഡുവിന്റെ ജന്മദിനം എപ്പോഴായിരുന്നു? ഫെബ്രുവരി 13 ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം. ഫെബ്രുവരി 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാമിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ്. ആസാമിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ് ആരാണെന്നാണ് ചോദിച്ചത്. ഗോപിനാഥ് ബോർദലോയാണ്. ഗോപിനാഥ് ബോർദലോയാണ് ആസാമിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി. താഴെ കൊടുത്തവയിൽ ആരായിരുന്നു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്നാണ് ചോദിച്ചത്. ആൻസർ MD ദേശായി എന്നതാണ്. ഓക്കെ, MD ദേശായി ആയിരുന്നു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി. MD ദേശായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ നേടുന്നു. ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞതാരെ? ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായ INAയിൽ ചേർന്ന ധീരനായ മലയാളി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളി. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഇത് വേറൊരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. അപ്പൊ 26ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ എത്ര തവണ പറ്റുമോ അത്രയും തവണ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. പഠിക്കുന്നത് നമുക്ക് മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ പ്രാക്ടീസ് എത്ര തവണ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.